നിക്കാഹ് കഴിഞ്ഞ് 10ൻ്റെ അന്ന് മൊഴി ചൊല്ലി, അതായത് തലാക്ക് ചൊല്ലി എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സുകുമാരൻ നായർ, NSSൻ്റെ സുകുമാരൻ നായർ SNDPയുടെ വെള്ളാപ്പള്ളിയെ മൊഴി ചൊല്ലി. 10 ദിവസം മുമ്പ് കെട്ടിപ്പിടിച്ച് വലിയ ഐക്യമായിരുന്നു, ഭയങ്കര ഐക്യം. അപ്പോൾ അന്ന് തന്നെ വിദ്യാസാഗർ അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് മണ്ണാങ്കട്ടയും കരിയിലയും പോലുള്ള ബന്ധമാണ്. അവർ രണ്ടും കൂടെ കാശിക്ക് പോയി, കരിയില പറന്നും പോയി, ചാറ്റൽ മഴ ആയപ്പോൾ തന്നെ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. ആ രീതിയിലുള്ള ബന്ധമാണിതെന്ന് അന്ന് വിദ്യാസാഗർ പറഞ്ഞിരുന്നു. അത് നമ്മൾ ചിരിച്ചതേ ഉള്ളൂ അതിനെ കേട്ട്. കാരണം മുമ്പ് ഇതേപോലൊരു ബാന്ധവം ഉണ്ടായിരുന്നു, അതും കൂടുതലാണ് നീണ്ടു നിന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആരെങ്കിലും ഒന്ന് സൂപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കും, പോക്കും. പക്ഷേ NSSനെ പോലല്ല, NSSലെ സുകുമാരൻ നായരെ പോലല്ല, അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ വിവരമുള്ളവരുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഡയറക്ടർ ബോർഡ് യോഗം കൂടി കഴിഞ്ഞപ്പോൾ അവർ അത് തിരിച്ചറിഞ്ഞു. കാരണം തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുടെ മകൻ, അയാൾ BDJസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. BDJS എന്ന് പറയുന്ന NDAയുടെ ഭാഗവുമാണ്. സീറ്റും ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം, എന്നാലും NDAയുടെ ഭാഗമാണ്. എത്ര നാൾ അങ്ങനെ തുടരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു സംശയവും വരുന്നുണ്ട്. കാരണം BJPയും BDJസുമായിട്ട് ചെറിയ ഒരു ചെറിയ ഒരു അതിർത്തി അതിൽ ഉണ്ട്, അവർ തമ്മിലുള്ള ഒരു അകൽച്ച അതിനകത്തുണ്ടായിട്ടുണ്ട്. ഉണ്ടായപ്പോൾ BJP കരുതുന്നത് ഇപ്പോൾ ഇവരെ ഒരു ഇടനിലക്കാരനായിട്ട് ഈ BDJസിനെ എന്തിനാ നമ്മൾ കൊണ്ട് നടക്കേണ്ട കാര്യം, അല്ലാതെ തന്നെ ഈഴവരൊക്കെ നമ്മുടെ കൂടെ വരുമെങ്കിൽ പിന്നെ ഈ BDJസിനെ എന്തിനാ ചുമക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. കാരണം ഒരുപാട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സീറ്റും കൊടുത്തു, അതെല്ലാം തൊപ്പി അടിക്കാനുള്ള ഒരു യോഗമാണ് BDJസിനുള്ളത്. BJPക്കാർ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തൊന്നുമില്ലതാണ്. അപ്പോൾ ആ രീതി വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സംഭവവികാസം എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. അതായത് വാദിക്ക് പത്മവിഭൂഷണും പ്രതിക്ക് പത്മഭൂഷണും കിട്ടി. അതാണ് നമ്മൾ കാണണ്ടേ. മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്ന തട്ടിപ്പുണ്ടല്ലോ, ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 1200 കേസോ മറ്റോ ഉണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപ പാവങ്ങളെ പേരിൽ ലോൺ എടുത്ത് തട്ടിച്ച കേസാണ്, തട്ടിപ്പ് നടത്തിയതാണ്. അതിന് എവിഡൻസൊക്കെ കളക്ട് ചെയ്തു, അത് CBI അത് അന്വേഷിച്ചു. എന്നിട്ടും അത് എങ്ങും എത്തുന്നില്ല, അത് വേറെ കാര്യം. കാരണം അത് എത്തരുതല്ലോ, അതിനാണല്ലോ മോനെ അങ്ങ് NDAയിലോട്ട് കൊണ്ടിരുത്തിയേക്കുന്നത്. ഇവിടെ പിന്നെ വേറെ ഒന്നും, ഇവിടെ ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ശ്രീ പിണറായി വിജയനെ സൂപ്പിച്ച് നിർത്തണം. അതാണല്ലോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ സൂപ്പിച്ച് ഏതായാലും അവസാനം NSSനെയും കൂടെ അതിൽ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാരൻ നായർക്കും അങ്ങനെ ചെറിയ ഒരു ആവശ്യം വന്നു. മക്കളും മരുമക്കളും എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരുപാട് സ്നേഹം വരുമല്ലോ. അങ്ങനെയൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കാം. ഏതായാലും മുഖ്യമന്ത്രി നല്ലതാണെന്നും പിണറായി വിജയൻ വളരെ നല്ല മുഖ്യമന്ത്രിയാണെന്നും ഇത് വളരെ നല്ലതാണെന്നും ഭരണം നല്ലതാണെന്നും ഒക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തി. ആ രീതിയിൽ, അതായത് ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ ഒരു നിരയിലേക്ക്, അതിൻ്റെ മുൻനിരയിലേക്ക് അങ്ങ് കടന്നു ചെല്ലാനും ഒക്കെ ഉള്ള ഒരു പണി കാണിച്ചതിൻ്റെ കാരണം വേറെ ചില കാര്യങ്ങളാണ്. അതൊക്കെ ഇതിനകത്തുള്ള ആൾക്ക് മനസ്സിലാവുകയല്ലെന്നായിരുന്നു ഈ സുകുമാരൻ നായർ വിചാരിച്ചത്. സുകുമാരൻ നായരെന്നും പറഞ്ഞാലൊന്നും അതിനകത്ത് വിവരമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർ കേൾക്കുകയില്ല. പിന്നെ വെള്ളാപ്പള്ളി പറയുന്നതും ആരും കേൾക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ വെള്ളാപ്പള്ളിക്ക് വളരെ സാമ്പത്തിക ശക്തി ഉണ്ട്, അതുകൊണ്ട് വെള്ളാപ്പള്ളി കുറേ ആളുകളെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ വന്നപ്പം പ്രത്യേകിച്ച് എന്താണെന്നറിയോ, സുകുമാരൻ നായർക്ക് ഈ പത്മഭൂഷൺ കൊടുത്തില്ല. അതാണ്, അതായത് പത്മഭൂഷൺ ഇവിടെ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും കൊടുത്തു. അപ്പോൾ ആ വെള്ളാപ്പള്ളിയും കൂടെ അങ്ങ് ചേർത്തു. വെള്ളാപ്പള്ളി ഇതിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. എനിക്ക് വെറുതെ കിട്ടിയാലും ഞാൻ എടുക്കുകയല്ല, അത് പണം ഇതിൻ്റെ ഇത് പുറകെ പോകുന്ന കാര്യമാണ്. ആ പണമല്ലേ അത് തീരുമാനിക്കുന്നത് എന്നും, അത് ഒരു പട്ടിക്കും വേണ്ടെന്നും, എനിക്കിത് വെറുതെ കിട്ടിയാലും വേണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളിയെ ഒന്ന് കൂടെ നിർത്താം,
അതുവഴി ഏതായാലും SNDPയെ മുഴുവനായിട്ട് കൂടെ നിർത്താം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് ഈ കൊടുത്ത ഇങ്ങനൊരു പരിപാടിയും കൊടുത്തത്, പത്മഭൂഷൺ. ഇതാ സുകുമാരൻ നായർക്ക് കൊടുത്തില്ല. അപ്പോൾ സുകുമാരൻ നായർ തോളെ കൈയിട്ടുണ്ട് നടന്ന്, ഇനി സുകുമാരൻ നായരും എല്ലാം കൂടെ ചേർന്ന് NDAയുടെ ഒരു ഭാഗമായിട്ട് മാറണമായിരുന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ കൂടെ കൊടുക്കാമല്ലോ പത്മഭൂഷൺ. പക്ഷേ സുകുമാരൻ നായർ വിചാരിച്ച ഇതൊന്നും നടക്കത്തില്ലെന്ന് മറ്റവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് വെള്ളാപ്പള്ളിക്ക് മാത്രമായിട്ട് കൊടുത്തു. അല്ലെങ്കിൽ സുകുമാരൻ നായർക്കും കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു, ഒരു കുഴപ്പമില്ല. കാരണം ഇത് ഒരുപാട് പേർക്ക് വെറുതെ കൊടുക്കുന്ന സാധനമാണ്. അങ്ങനെ വരുന്ന ഉടനെ അത് ഇഷ്ടമാതിരി വാരി അങ്ങ് കൊടുക്കാം, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതെല്ലാം പണം കൊടുത്ത് വാങ്ങിക്കുന്ന പ്രാഞ്ചിയേട്ടൻ ഇടപാടാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ആയിരുന്നു നേരത്തെ. അതും കഴിഞ്ഞ് ഇപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യവസ്ഥാപിതമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കൊടുക്കുന്ന ഒന്നായിട്ട് ഈ അവാർഡുകളൊക്കെ അതപ്പതിച്ചു പോയി. അതാണ് സത്യം. ഇനി അതാരെങ്കിലും ഒന്ന് കൂടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് അയാൾക്ക് അവർ മരിച്ചുപോയ അച്ഛൻ്റെയോ അല്ലെ അപ്പൂപ്പൻ്റെയോ ഒക്കെ പേർക്ക് അങ്ങ് കൊടുത്തേക്കും. ഭാരതരത്നം എന്ന് പറഞ്ഞാൽ വാരിയും കൊടുക്കും, ഭാരതരത്നം എല്ലാത്തിനെയും ആക്കും. ചരൺ സിംഗിനെ വരെ ഭാരതരത്നമാക്കിയതാണ്. അതുമൂലമൊക്കെ വലിയ നേട്ടം ഉണ്ടായി ബീഹാറിലൊക്കെ. അത് നമ്മൾ കാണാതിരുന്നൂടാ. ആർക്ക് നേട്ടം ഉണ്ടായി? BJPക്ക് നേട്ടം ഉണ്ടായി, അല്ലാതെ വേറെ ഇവിടുത്തെ ജനങ്ങൾക്കല്ല നേട്ടം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പിന്മാറുന്നു, ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ NSSൻ്റെ സുകുമാരൻ നായർ നടത്തിയത്. വളരെ വലിയ പ്രഖ്യാപനമാട്ടോ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 9 ദിവസം മുമ്പാണ് ഈ പറഞ്ഞ പരിപാടി ഞങ്ങളങ്ങ് ഐക്യപ്പെടുകയാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവരുടെ ഐക്യമാണ്. അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്ന മുസ്ലിങ്ങളായിട്ടോ. കാരണം അതില്ലാതെ ആണ്. പക്ഷേ അതിൻ്റെ അപകടം ഇപ്പോൾ NSSൻ്റെ ഡയറക്ടർ ബോർഡ് തിരിച്ചറിഞ്ഞു. അപ്പോൾ പതുക്കെ ഈ പ്രമേയം അങ്ങോട്ട് അതിലോട്ട് ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിച്ച ഉടനെ അവിടെ വലിയ പ്രശ്നം വന്നു. ഈ സുകുമാരൻ നായരെ എടുത്ത് അവരെ എറിയും. അത് സുകുമാരൻ നായർക്ക് അറിയാം. അത് കാരണം സുകുമാരൻ നായർക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഇത് ഇപ്പോൾ ഐക്യമില്ല, ഞങ്ങൾ ഐക്യത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞു. ഏതായാലും ഐക്യത്തിൽ നിന്ന് പിന്മാറി. ഞാൻ പറഞ്ഞില്ലേ, അതായത് നിക്കാഹ് നടന്ന് 9-ൻ്റെ അന്ന് അല്ലെങ്കിൽ 10-ൻ്റെ അന്ന് തലാക്ക്, വിവാഹ മോചനം, ഇതാണ് നടന്നേക്കുന്നത്. അപ്പോൾ ഈ മൊഴിയൊല്ലി ഒഴിഞ്ഞു. ഇപ്പോൾ ഏതായാലും വെള്ളാപ്പള്ളി മൊഴിയൊല്ലി, വെള്ളാപ്പള്ളിയുടെ അടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്ക് വളരെ അതിശയം. കാരണം ഞാനിപ്പോൾ ഇത് ന്യൂസിൽ നിന്നാണ് കാണുന്നത്. ഇത് കാരണം ഒന്നും അറിഞ്ഞുകൂടാ. ഇനി അപ്പോൾ ഞങ്ങളത് തീരുമാനിച്ചതിന് ശേഷം ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് കൂടി, അതിലെ ഡയറക്ടർ ബോർഡൊന്നും ഇല്ല, അതെല്ലാം വെള്ളാപ്പള്ളി തന്നെയാണ് ഡയറക്ടർ ബോർഡ് എന്നൊക്കെ പറയുന്നത്, മൊത്തം വെള്ളാപ്പള്ളിയാണ്. അതിനകത്ത് എതിര് പറയുന്ന ഒരുത്തനെ അതിൽ വെച്ചേക്കത്തില്ല. അങ്ങനെ ആർക്കും അതിൽ കയറി ഇരിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ ഏതായാലും ശരി, വിദ്യാസാഗർ പറഞ്ഞത് ശരിയായി. മണ്ണാങ്കട്ടയും കരിയിലേയും പോലായി. കാശിക്ക് പോയി, കാറ്റ് വന്നു, കരിയില പറന്നും പോയി. ചാറ്റൽ മഴ വന്ന് ഇപ്പോൾ തന്നെ നനഞ്ഞപ്പോൾ തന്നെ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. ഇപ്പോൾ ഏതായാലും ഈ സംഭവം ഇതുപോലെ ഇരിക്കുകയാണ്. അത് വളരെ നല്ല ഒരു അദ്ദേഹത്തിൻ്റെ നല്ലൊരു കാഴ്ചപ്പാടായിരുന്നു വിദ്യാസാഗർ പറഞ്ഞത് കേട്ടോ. വളരെ ശരിയായ ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. ഏതായാലും അത് ശരിയായി മാറി. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ലാക്കോട് കൂടിയാണ് ഇങ്ങനെ വന്നേക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പിന്മാറി എന്നാണ് ഇപ്പോഴത്തെ. നേരത്തെ ഇത് രാഷ്ട്രീയലാക്കാന്ന് അറിഞ്ഞുകൂടായിരുന്നോ? സുകുമാരൻ നായർക്ക് ഇത് മനസ്സിലായിരുന്നല്ലേ? അപ്പം അന്ന് മുഖ്യമന്ത്രിയായിട്ട് കൈകോർത്ത് പിടിക്കാൻ വേണ്ടി നല്ല ആളാണെന്നും വളരെ നല്ല ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ക്ലച്ച് പിടിക്കുകയല്ലെന്ന് പിടികിട്ടി. അപ്പോൾ ആ പ്രഖ്യാപനം അതുകൊണ്ടാണ് അങ്ങ് ഒന്നിക്കാമെന്ന് വിചാരിച്ച് രണ്ടും കൊള്ളത്തില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നാലോ? അതാണ് സംഭവിച്ചത്. ഏതായാലും അതിന് വലിയ ഭാവിയൊന്നും ഉണ്ടായില്ല.